ഗുരുവായൂർ ദേവസ്വത്തിന്റെ പുതിയ ചെയർമാൻ ഈ ആഴ്ച ഉണ്ടായേക്കുമെന്ന് സൂചന. ഈ ആഴ്ചയിലെ മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരും മുമ്പ് ഗുരുവായൂർ ദേവസ്വത്തിന് പുതിയ ചെയർമാൻ ഉണ്ടാകുന്നതിനാണ് തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നത്. നിലവിലെ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ദേവസ്വം മന്ത്രിക്ക് രാജി കൈമാറിയതായി വ്യാപക പ്രചരണമുണ്ടെങ്കിലും അധികൃതർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ദേവസ്വത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി വി എൻ വാസവനും ചെയർമാൻ ഡോക്ടർ വി കെ വിജയനും ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ അടച്ചിട്ട മുറിയിൽ ദീർഘനേരം ചർച്ചകൾ നടത്തിയിരുന്നു. ചെയർമാൻ രാജിവെക്കുമെന്ന രീതിയിൽ ഒരു പത്രത്തിൽ വന്ന വാർത്തയെക്കുറിച്ച് ദേവസ്വം ഭരണസമിതി യോഗത്തിൽ ഒരു അംഗം വ്യക്തത ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെയൊന്നുമില്ലെന്നാണ് ചെയർമാൻ മറുപടി നൽകിയിരുന്നത്. മാർച്ച് 15-നാണ് ഇപ്പോഴത്തെ ചെയർമാന്റെ കാലാവധി അവസാനിക്കുന്നത്. CPI പ്രതിനിധിയായ KP വിശ്വനാഥന്റെ കാലാവധിയും ഇതോടെ അവസാനിക്കും. എന്നാൽ അത്രയും വരെ കാത്തിരുന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് സാധ്യതയുള്ളതിനാലാണ് നേരത്തെ തന്നെ പുതിയ ചെയർമാനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പ്രൊഫസർ വിജയന്റെയും വിശ്വനാഥന്റെയും കാലാവധി അവസാനിക്കുന്നതോടെ വരുന്ന ഒഴിവിന് പുറമെ ഒരു അംഗത്തിന്റെ ഒഴിവ് കൂടി ഭരണസമിതിയിലുണ്ട്. ഘടകകക്ഷികൾക്കിടയിൽ തർക്കം മൂലം ഒരു അംഗത്തിന്റെ ഒഴിവ് നികത്താതെ കിടക്കുകയായിരുന്നു. CPM-നും CPI-ക്കും പുറമെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും കേരള കോൺഗ്രസ് ബിക്കുമാണ് ഭരണസമിതിയിൽ ഇപ്പോൾ പ്രാതിനിധ്യമുള്ളത്. നേരത്തെ ജനതാദൾ എസിനും NCPക്കും പ്രതിനിധികളുണ്ടായിരുന്നു. നേരത്തെ ഇല്ലാതിരുന്ന കേരള കോൺഗ്രസ് ബിക്ക് ഇത്തവണ സ്ഥാനം നൽകിയതോടെ ഒരു ഒഴിവാണ് നികത്തപ്പെടാതെ അവശേഷിക്കുന്നത്. പെരുമാറ്റച്ചട്ടത്തിന് മുൻപ് ഭരണസമിതി പുനഃസംഘടിപ്പിച്ചാൽ സംസ്ഥാന തലത്തിൽ ഭരണമാറ്റം ഉണ്ടായാൽ പോലും പുതിയ അംഗങ്ങൾക്ക് 2 വർഷത്തെ കാലാവധി കഴിയും വരെ തുടരാം. മുഖ്യമന്ത്രിയുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിലാകും ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എന്നാണ് സൂചന.